ഹലോ, ഫുഡ് ഫീസ്റ്റിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് സ്കൂളൊക്കെ ഉള്ള ഒരു ദിവസമാണ്. അപ്പോൾ രാവിലെ 7:15 സ്കൂൾ ബസ്സൊക്കെ വരും കേട്ടോ. അപ്പോഴത്തേക്ക് ലഞ്ചും ബ്രേക്ക്ഫാസ്റ്റൊക്കെ റെഡിയാക്കണം. അപ്പോൾ ഞാനിന്ന് രാവിലെ കഴിക്കാനും ഉച്ചക്ക് കൊടുത്തു വിടാനും ദോശയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ എപ്പോഴും ദോശ തന്നെ കഴിക്കുമ്പോൾ കുട്ടികൾക്കൊക്കെ മടുക്കുമല്ലോ. അപ്പോൾ ഞാൻ കുറച്ച് കളർഫുള്ളാക്കാൻ വേണ്ടി തക്കാളിയും കുറച്ച് സവാളയൊക്കെ അരിഞ്ഞ് കുട്ടി കുട്ടി ദോശയാക്കിയിട്ട് അതിൻ്റെ മേലെ ഇട്ട് കുറച്ച് നെയ്യൊക്കെ ഇട്ട് തിരിച്ച് മറിച്ചിട്ട് ഒന്ന് ദോശയാക്കി എടുക്കുന്നുണ്ട്. അപ്പോൾ നല്ല സോഫ്റ്റ് ദോശ, നല്ലോണം മൊരിച്ചെടുക്കേണ്ട ആവശ്യമില്ല, കാരണം നമ്മൾ തിരിച്ചിടുമല്ലോ. അപ്പോൾ രണ്ട് സൈഡും ഒരുപോലെ വെന്ത് വരും. അപ്പോൾ ഇതിന് കൂട്ടി കഴിക്കാൻ വേണ്ടി തക്കാളി ചമ്മന്തിയാണ്, അത് ഞാൻ ഒരു സൈഡിൽ റെഡിയാക്കുന്നുണ്ട്. തക്കാളി ചമ്മന്തി പിന്നെ റെസിപ്പിയൊന്നും ഇതിൽ കാണിക്കുന്നില്ല. ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, ചുമന്ന മുളക്, സവാളയൊക്കെ ഒന്ന് വഴറ്റി അതൊന്ന് വഴന്ന് കഴിയുമ്പോൾ അതിലേക്ക് ഉപ്പും മഞ്ഞൾപ്പൊടിയും ഇട്ട് തക്കാളിയും കൂടി ഇട്ട് വഴറ്റി കഴിയുമ്പോൾ അതിലേക്ക് കറിവേപ്പില ഇട്ടു. പിന്നെ ഇച്ചിരി തേങ്ങയും കൂടിയിട്ട് മിക്സിയിലിട്ടൊന്ന് അരച്ചെടുത്തു. അതുകൂടി കഴിയുമ്പോൾ നമ്മളെ തക്കാളി ചമ്മന്തി റെഡിയായി. നമ്മൾ തേങ്ങ ചമ്മന്തി ആകുമ്പോൾ ഉച്ചയാകുമ്പോഴത്തേക്ക് ചെറുതായി ഒന്ന് മോശമായാലോ എന്ന് വിചാരിച്ചിട്ടാണ് തക്കാളി ചമ്മന്തി ഉണ്ടാക്കുന്നത്. അപ്പോൾ ആദ്യത്തെ ദോശയിൽ ഞാൻ ഒരുപാട് തക്കാളിയൊക്കെ ഇട്ടിട്ടുണ്ട്. മോൾക്ക് ഇവിടെ തക്കാളിയൊന്നും വലിയ ഇഷ്ടമല്ല, അവൾ കഴിക്കില്ല, തക്കാളിയൊക്കെ മാറ്റി വയ്ക്കുക. അപ്പോൾ അതുകൊണ്ട് ഇതിൽ ഞാൻ സവാള മാത്രമേ ഇടുന്നുള്ളൂ. പിന്നെ കുറച്ച് നെയ്യും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ എല്ലാ പണിയും പെട്ടെന്ന് റെഡിയാവും. അപ്പോൾ ഇൻഡക്ഷനിൽ ഞാൻ കൊണ്ടുപോകാനുള്ള ചൂടുവെള്ളം കൂടി റെഡിയാക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ മുളക് പൊടിയല്ല, ഞാൻ മുളക് തന്നെയാണ് ഇതിലേക്ക് ആഡ് ചെയ്തത്. അപ്പോൾ എണ്ണയിൽ എല്ലാം കൂടി ഒന്ന് വഴറ്റി മിക്സിയുടെ ജാറിലിട്ടിട്ട് ഒന്ന് അരച്ചെടുക്കും. അപ്പോഴത്തേക്ക് ദോശ ഇവിടെ റെഡിയാവും. അത് മറിച്ചിടണം. അപ്പോൾ എല്ലാം പെട്ടെന്ന് ആവുകയാണ്. അപ്പോൾ പെട്ടെന്ന് ഇളകി വരാനാണ് ഞാൻ ലാസ്റ്റ് കുറച്ച് ഓയിൽ കൂടി സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോഴത്തേക്ക് തക്കാളിയൊക്കെ അരച്ചെടുത്തു. അതിലേക്ക് കുറച്ച് നല്ല വെളിച്ചെണ്ണയും കൂടി മേലേക്ക് തൂവി കൊടുത്തു. ഇതിൽ ഞാൻ കടുകൊന്നും വറക്കുന്നില്ല, കാരണം ഓൾറെഡി എണ്ണയിൽ നമ്മൾ തക്കാളിയും സവാളൊക്കെ വഴറ്റിയതാണല്ലോ. ഇനിയിപ്പോൾ സ്നാക്സ് ആയിട്ട് കൊണ്ടുപോകുന്നത് ലോട്ടസ് സീഡാണ്, മഖാന. ഇത് അടിപൊളിയാണല്ലേ കഴിക്കാൻ, കുറച്ച് ഹെൽത്തിയുമാണ്, കഴിക്കാനും കുട്ടികൾക്കാണെങ്കിലും ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഞാൻ മഖാന ഉണ്ടാക്കാറ് ഒരു സ്പൂൺ നെയ്യിലേക്ക് ആവശ്യത്തിനുള്ള മഖാന ഇട്ട് കൊടുത്ത് കുറച്ച് ഉപ്പും കുറച്ച് കുരുമുളക് പൊടിയും കൂടിയിട്ട് ഒന്ന് ഒരു 3 മിനിറ്റ് സമയം വഴറ്റിയെടുക്കും. കരിയാൻ പാടില്ല, അതേപോലെ ശരിക്കൊന്ന് ഫ്രൈ ആവണം, കാരണം അത് കഴിക്കുമ്പോൾ നല്ലൊരു ക്രിസ്പിനെസ് വേണമല്ലോ. അപ്പോൾ ലോ ഫ്ലെയിമിലിട്ട് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുത്താൽ മതി, പെട്ടെന്ന് തന്നെ ആയി കിട്ടും. അപ്പോൾ നമുക്ക് പെട്ടെന്ന് ലഞ്ച് ബോക്സ് റെഡിയാക്കാം. ദോശ ഇട്ട് കൊടുത്തു. ഇനി നമുക്ക് ചമ്മന്തി ഒഴിച്ചു കൊടുക്കാം. ഒരു മുട്ടയും കൂടി ഞാൻ വെക്കുന്നുണ്ട് കേട്ടോ, പുഴുങ്ങിയ മുട്ട. ചമ്മന്തിയും കൂടി വേറൊരു പാത്രത്തിൽ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനിയിപ്പോൾ അതൊന്ന് ക്ലോസ് ചെയ്യുക. ഇനി നമ്മൾ ആ സ്നാക്സും കൂടി എടുത്ത് വെച്ച് പിന്നെ വാട്ടർ ബോട്ടിൽ വെള്ളം ഫില്ല് ചെയ്ത് കഴിഞ്ഞാൽ ഇവർക്ക് റെഡിയായി. ഇനി ഞാൻ പെട്ടെന്ന് പോയി പിള്ളേർക്ക് രാവിലെ ദോശയൊക്കെ കൊടുക്കട്ടെ, എന്നിട്ട് അവളെ സ്കൂളിൽ കൊണ്ട് ബസ്സിൻ്റെ അടുത്ത് കൊണ്ടുപോയി ആക്കാം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ഇതുപോലത്തെ ഈസി ആയിട്ടുള്ള ലഞ്ച് റെസിപ്പികൾ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണേ. കേക്കും കൂടി ഞാൻ ആഡ് ചെയ്യുന്നുണ്ട് സ്നാക്സിന് വേണ്ടിയിട്ട്. താങ്ക് യു, ബൈ.